ഇത് വയനാട്ടിനെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല. ബന്ധപ്പെട്ട് ഇന്നിറങ്ങിയില്ലെങ്കിൽ നാളെ ഇറങ്ങും. അത് എല്ലാവരും പ്രതീക്ഷിക്കണം. വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നിയമത്തിൽ എന്തെങ്കിലും ഭേദഗതികൾ വരുത്തുകയാണ് നമുക്കിനി വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, കുറച്ച് കാര്യങ്ങളൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് വന്നിരിക്കുന്നത്. പറയാമെന്ന കാര്യമെന്ന് പറഞ്ഞാൽ വന്യമൃഗങ്ങളുടെ ശല്യത്തെക്കുറിച്ച് തന്നെയാണ്. ഇപ്പോൾ വയനാട്ടിലുള്ള വലിയ ജനരോക്ഷത്തെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അത് കണ്ടില്ല എന്ന് ആരും നടിക്കരുത്. കാരണം അത്രത്തോളം രൂക്ഷമായ സ്ഥിതി ആയതുകൊണ്ടാണ് അവരുടെ പ്രതിഷേധത്തിലേക്ക് എത്തുന്നത്. കാരണം വയനാട്ടിന് നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ ചിന്തിച്ച് നോക്കാം. അവർക്ക് കൃഷി ചെയ്യണം, മക്കൾക്ക് സ്കൂളിൽ പോകണം, ആശുപത്രിയിൽ പോകണം. വന്യമൃഗങ്ങൾ ഇതേപോലെ ഇറങ്ങി നടക്കുന്ന സമയത്ത് അവർ എന്ത് വിശ്വസിച്ചാണ് അവർ പുറത്തു പോകുന്നത്? അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൂറിസവുമായി ബന്ധപ്പെട്ട് ഏറ്റവും റിലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു നാടാണ് വയനാട് എന്ന് പറയുന്നത്. മൂന്നാർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ടൂറിസവുമായി ബന്ധപ്പെട്ട് ഉള്ള റിസോർട്ടുകളും ഹട്ടുകളും അല്ലെങ്കിൽ ഹോം സ്റ്റേകളും ഒക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് വയനാടാണ്. ഇതേപോലെ വന്യമൃഗങ്ങൾ ഇറങ്ങി ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടൂറിസത്തിനെ അത് കാര്യമായ രീതിയിൽ തന്നെ ബാധിക്കും എന്നുള്ളത് സത്യമായ കാര്യം തന്നെയാണ്. ഒരു ടൂറിസ്റ്റും വയനാട്ടിലേക്ക് ധൈര്യത്തോടു കൂടി പോകില്ല എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം. കാരണം ഇന്ന് തന്നെ എക്കോ ടൂറിസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും വയനാട്ടിൽ നമ്മളിപ്പം ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള എക്കോ ടൂറിസവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അടുത്ത ഉത്തരവ് വരുന്നത് വരെ അത് താൽക്കാലികമായിട്ട് നിർത്തിയിരിക്കുകയാണ്. വയനാട് എല്ലാവരും വരുന്ന കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഇപ്പോൾ കണ്ണൂരിൽ കോഴിക്കോട് നിന്നൊന്നുമല്ല, തിരുവനന്തപുരത്ത് നിന്ന് വരെ ആൾക്കാർ വന്ന് അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നവരും വന്നിട്ട് വയനാടിൻ്റെ മനോഹാരിത തേടി പോകുന്ന സ്ഥിതി ഉണ്ട്. പക്ഷേ അതിനെ എത്രത്തോളം കാലം ഇത് ബാധിക്കും എന്ന് വ്യക്തമായിട്ട് നോക്കുക. കാരണം ജനങ്ങളിലേക്ക് വന്യമൃഗങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയിട്ട് കൊന്ന് തിന്നുന്ന സ്ഥിതിയിലേക്ക് നമ്മുടെ നാട്ടിൽ വന്നു. അപ്പം ഇതിനൊരു മാറ്റം വരണം. അതിനും നമ്മൾ തെരുവ് വീതിയിൽ ഇറങ്ങി നമ്മൾ പ്രതിഷേധം അറിയിക്കേണ്ടെന്ന് ഞാൻ പറയുന്നത്. പക്ഷേ പ്രതിഷേധം അറിയിക്കണം. പക്ഷേ അതിനൊരു സൊല്യൂഷൻ എന്താണ് എന്ന് തീരുമാനിക്കുക. കേരള ഗവൺമെൻറ്റിനെക്കാട്ടിലും കൂടുതലായിട്ട് ഇതിനകത്തൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ സുപ്രീം കോടതിയിലെ വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നിയമത്തിൽ എന്തെങ്കിലും ഭേദഗതികൾ വരുത്തുകയാണ് നമുക്കിനി വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ വ്യക്തിശക്തമായ രീതിയിൽ ഒരു പിയുമായിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരായിട്ട് സംസാരിക്കുക. ഇത് എല്ലാ രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ എല്ലാ ജനപ്രതിനിധികളും ഒന്നിച്ച് നിന്നിട്ട് ആ ഒരു നിയമത്തിന് ഭേദഗതി വരുത്താൻ വേണ്ടിയിട്ട് സുപ്രീം കോടതിയിൽ ഒരു കേസിന് പോവുക, കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ അത് വ്യക്തമായ രീതിയിൽ പ്രശ്നം വരും. ഇത് വയനാട്ടിനെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല, ബാക്കി എല്ലാ ജില്ലകളിലെയും ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. കാരണം എവിടെയൊക്കെ ഫോറസ്റ്റ് ഉണ്ടോ അവിടെയൊക്കെ വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്നിറങ്ങിയില്ലെങ്കിൽ നാളെ ഇറങ്ങും. അത് എല്ലാവരും പ്രതീക്ഷിക്കണം. നമ്മുടെ നാട്ടിലുണ്ട് കാട്ടുപോത്ത്, ആനയുടെയും കാട്ടുപോത്തിൻ്റെ ഒക്കെ ശല്യം. പക്ഷേ നാളെ ഇത് വരും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്ന സ്ഥിതിയിലേക്കാണ് സിറ്റുവേഷൻ പോകുന്നത്. അപ്പം അതുകൊണ്ട് ടൂറിസത്തെ സംരക്ഷിക്കുക, ജനങ്ങളെ സംരക്ഷിക്കുക. എല്ലാവരും വയനാട് ജനങ്ങൾക്ക് പിന്തുണ അറിയിക്കുന്നു. അപ്പം ഞാനും വയനാട് ജനങ്ങൾക്ക് ഉള്ള പിന്തുണ ഞാനും അറിയിക്കുന്നു. അപ്പം നിയമപരമായിട്ട് രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് എല്ലാവരും കൂടി ആലോചിക്കുക.